ഈ ചൂടിന് മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ എപ്പോഴും വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ലൊരു ജ്യൂസ് റെഡിയാക്കിയാലോ. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ 2 ക്യാരറ്റാണ് കേട്ടോ എടുത്തിന്. ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ക്യാരറ്റൊക്കെ എപ്പോഴും അധികവും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് എപ്പോഴും വീട്ടിലുള്ള ചേരുവ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്നിക്കിൽ കുക്കറിൽ ഇട്ടിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. അല്ലെങ്കിൽ പാത്രത്തിലാണെങ്കിൽ പാത്രത്തിൽ വേവിക്കുക. ഞാനിപ്പോൾ ഇതിലാണ് വേവിക്കുന്നത്. അപ്പം ക്യാരറ്റ് ഇട്ടതിന് ശേഷം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റ് വേവാനായിട്ട് വെച്ചിട്ട് നല്ലതുപോലെ തിളച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ നല്ല സോഫ്റ്റായി എന്ന് കാണുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയുക. എന്നിട്ട് നന്നായിട്ട് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചധികം വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം എടുത്തിട്ട് ജ്യൂസ് അടിക്കുകയും ചെയ്യാം. ആ ഒരു വെള്ളം ഊറ്റിക്കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഊറ്റിക്കളയുന്നില്ലെങ്കിൽ ഊറ്റിക്കളയാതെ തന്നെ ആ ഒരു വെള്ളത്തോടു കൂടെ ചൂട് പോകാനായിട്ട് വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം അടിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ചൂട് പോയതിന് ശേഷം ഞാനിതാ ഇതുപോലൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള കുറച്ച് കണ്ടൻസ് മിൽക്കും കുറച്ച് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്ക് കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാൽ ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ കട്ടകളുള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങളെ കയ്യിൽ കട്ടപ്പാൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും 1 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ പാൽ മുഴുവനും ഒഴിച്ചിട്ട് അടിക്കേണ്ട, കുറച്ച് പാൽ ഒഴിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരിക. എന്നിട്ട് വീണ്ടും നമുക്ക് എത്രയാണോ ജ്യൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പാൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്തിട്ട് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ഐസ്ക്രീം കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഐസ്ക്രീമെല്ലാം ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ജ്യൂസിന്. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഗ്ലാസ്സിലേക്ക് ഞാനൊരു 3-4 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ജ്യൂസ് ഒഴിച്ചതിന് ശേഷം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് വാനില ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വാനില ഐസ്ക്രീമോ മാംഗോ ഐസ്ക്രീമോ ഏതാണോ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാം സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാം, പിസ്ത അല്ലെങ്കിൽ പീനട്ട് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത നല്ലൊരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് റെഡിയാക്കിയത്. ആരും കുടിച്ചാൽ പറയൂല, നമ്മൾ പറഞ്ഞാലേ മനസ്സിലാവും. അത്രയും ടേസ്റ്റുള്ള നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.